ഹായ്, എന്റെ കാല് സുഖമില്ല എന്നും എനിക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റിയ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിരുന്നു. വാസ്തവത്തിൽ അത് ആരുടെയും സിമ്പതിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അത് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയണു. എനിക്ക് ആരുടെയും സിമ്പതി ഇഷ്ടമില്ല. അങ്ങനെ ഒരു ലേഡിയേ അല്ല ഞാൻ. ഇനി അഥവാ ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നടന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഞാനത് പറയാൻ ആഗ്രഹിച്ചതും എല്ലാവരോടും ഞാൻ പറഞ്ഞതും. ഞാൻ നന്നായി നടക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് എനിക്ക് നടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് തുരുതുരുതേ കമന്റ്സ് ഉണ്ട്. യോ വയ്യാണ്ടായോ, പിന്നെ പക്ഷെ നാക്ക് ശരിയല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ കുറേ അധികം കമന്റ്സ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ മൈൻഡ് ചെയ്യാതെ കളഞ്ഞു. പക്ഷെ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് തിരിച്ച് മറുപടി ഇടണമെന്ന് തോന്നി. അപ്പൊ നമുക്ക് ആ കമന്റ് ഒന്ന് വായിക്കാം. കമന്റ് അടാ ഇട്ടിട്ടുണ്ട്. എന്തിനാ കരഞ്ഞ് വീഡിയോ ചെയ്യുന്നു? മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ ഒരിടം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നവരെ ഞങ്ങളൊക്കെ. ഏത് മതമായാലും അഭിപ്രായം പറയുന്നവർക്ക് തെറിയുന്നു. എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്. പിന്നെ അവരുടെ എല്ലാ വീഡിയോസും എന്ന് എടുത്തു നോക്കിയാൽ മതി. എത്രയെത്ര ആളുകളെയാണ്, മതത്തെയാണ്, സമുദായത്തെയാണ് അവർ മോശമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ആദ്യം നാം നമ്മുടെ കുറവുകളെയാണ് മനസ്സിലാക്കേണ്ടത്, എന്നിട്ടാണ് മറ്റുള്ളവരെ നോക്കേണ്ടത്. നിങ്ങൾ ഒരാളെയും വെറുപ്പിക്കാതെ വീഡിയോ ചെയ്യുമോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മതക്കാരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകും. എന്തായാലും എല്ലാം തികഞ്ഞവരായി ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ കഴിയാത്തതിൽ വിഷമിക്കേണ്ട. പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ. കിറ്റൂസ് എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് പറയുന്നത്, ഞാൻ സമുദായത്തിനെ മോശമായി പറഞ്ഞു, അതുകൊണ്ടാണ് എനിക്ക് കാലിന് സുഖമില്ലാതെ വന്നത്. പൊട്ടന്മാര്, ഞാൻ 2 വർഷമേ ആയുള്ളൂ ഈ ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. 2018 എനിക്ക് പൂർണ്ണമായും ഒരു അസുഖം പോലെ വന്നിട്ട് എനിക്ക് തീരെ നടക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജ് ഉണ്ടായത്. അന്നൊന്നും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു മതക്കാരെ ഒന്നും പറഞ്ഞിട്ടും ഉണ്ടായിട്ടിരുന്നില്ല. അങ്ങനെ ഇല്ലാത്ത എനിക്ക് അങ്ങനെ ഒരു അസുഖം വന്നെങ്കിൽ ഇപ്പൊ ഈ പറയുന്നത് കൊണ്ടാണ് അസുഖം വന്നെന്ന് പറയുന്ന നിങ്ങളുടെ ഒരു ബുദ്ധിയും ബോധത്തിനെ ഒന്നും പറയാനില്ല. അയ്യോ നടുവിരൽ നമസ്കാരം, അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന. ഞാൻ ദൈവവിശ്വാസിയല്ല. എനിക്ക് ഒരു ഈശ്വരന്മാരെയും വിശ്വാസമില്ല. ഇല്ലാത്ത ഒരാളടുത്ത് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനോട് യോജിക്കാൻ ഒക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് അതിനെ മറിച്ചൊരു അഭിപ്രായം ഞാൻ എഴുതിയിടുന്നത്. ഞാൻ ഇപ്പോഴും തുറന്നു പറയുന്നു, എന്റെ അസുഖം, ഇപ്പൊ എനിക്ക് പനി വന്ന ഞാൻ അയ്യോ എനിക്ക് പനിയാണ്, എല്ലാവരും എന്നെ സഹായിക്കണം എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞാൽ അത് ആശ്വാസം ഉണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല അതിനകത്തൊരു ആശ്വാസം ഉണ്ടാകുന്നു. 100% അതിന് ആശുപത്രിയിൽ പോയി ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ തരുന്ന റെമഡി തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ അസുഖം മാറുമെന്നതിനപ്പുറം മൂക്കിപ്പനി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്ന് വീഡിയോ ഇട്ടാ എന്റെ അസുഖം ഭേദമാകത്തില്ല. പിന്നെ ഫിനാൻഷ്യൽ ഗെയിന് വേണ്ടി പലരും അങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെയുള്ളവർ അവരുടെ നമ്പരും കൂടെ കൊടുക്കും. ഞാൻ ആ നമ്പരോ എന്റെ GPay നമ്പരോ ഒന്നും ഞാൻ അവിടെ കൊടുക്കാത്തടുത്ത് ഞാൻ ആ ഒരൊറ്റ ഇതിനകത്ത് ചെയ്തതല്ല. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിൽ നിന്ന് ഞാൻ മുക്തമായി എന്ന് എന്റെ ഒരു സന്തോഷമല്ലേ ഞാൻ അറിയിച്ചത്. ഞാൻ എന്റെ വിഷമങ്ങൾ ആരോടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. പിന്നെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ അനുഭവിച്ച വിഷമം, വന്ന ആ വഴികൾ, അത് പറയുമ്പോൾ ആരായാലും കണ്ണു നിറയും. ഞാനെന്താ മരക്കട്ടയെങ്ങാണോ, അല്ല ഇരുമ്പ് ആയണോ വല്ലതൊക്കെയാണോ? ഞാൻ നല്ല പച്ച മനുഷ്യനാണെന്ന്. എനിക്ക് വികാര വിചാരങ്ങളില്ലേ. സങ്കടങ്ങൾ വന്നാൽ കരയുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിപ്പം ഫ്രണ്ടിൽ ഒരു ക്യാമറ ഉണ്ടെന്ന് എഴുതി കരച്ചിൽ വരാതിരിക്കും. എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ഞാൻ ആരുടെ സിമ്പതിക്ക് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്തെന്നുള്ള വ്യക്തം. ഇനി പറയാൻ പോകുന്നത് മാനസികമായി ഭയങ്കര വിസർജ്യം ഉള്ളിക്കൊണ്ട് നടക്കുന്ന ഒരു ശശികല ചേച്ചിയാണ്. അത് നമുക്കൊന്ന് എടുക്കാം. പിന്നെ നീ എന്തിനു കരഞ്ഞു? പിന്നെന്താ വീഡിയോ ചെയ്യുന്ന മറ്റുള്ളവരുടെ, അത് ഞാൻ നേരത്തെ വായിച്ചില്ല, അത് തന്നെയാണ്. ഇനി ഇതിനകത്തേക്ക് വന്നതാണ് ശ്രീകല PK ഇട്ടതാണ്. അത് 16 മിനിറ്റ് മുമ്പ് ഇട്ടതാണ്. അതിന് മുമ്പ് ഞാനൊരു കമന്റ് ഇട്ടിട്ടു. നിന്റെ മതം ക്രാത്തു. എനിക്ക് അസുഖമുണ്ടെങ്കിൽ ഞാൻ സഹിച്ചു. എനിക്ക് ഈ മതം പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നവരോടത്ത് പച്ച വെറുപ്പാണ്. ഒരു കാര്യം പറയാൻ പറ്റും, എനിക്ക് ഈ മതം ഇല്ലാതിരുന്നെങ്കിൽ നമ്മുടെ ലോകം എത്ര സുന്ദരമായിരുന്നേനെ. ഇന്ന് അടികൂടുന്നുണ്ടോ 2 മതക്കാര്? അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും കൊച്ചു മക്കളവരെ കൊല വിളിക്കുകയാണ്. ഈ മതം കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് അതൊന്നു മാത്രമാണെന്നല്ലാതെ ആർക്കെങ്കിലും ലാഭമുള്ളതായിട്ട് നിങ്ങൾക്ക് പറയാമോ? മതം ഏറ്റവും വലിയ വിഷമാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ ഈ മതം പറയുന്നവരോട് പുച്ഛവും വെറുപ്പുമാണ്. എനിക്ക് ഈ മതം വേണ്ടേ വേണ്ട. ഇത്തരം സിമ്പതി കൊണ്ടുവന്ന് എന്റെ തലയിൽ തള്ളുകയും വേണ്ട. പിന്നെ അതിനുള്ള മറുപടി ആയിട്ടാണ്, നീ അങ്ങോട്ട് സഹിക്കും, അല്ല നാട്ടുകാർക്ക് സഹിക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ അളിഞ്ഞ ചിന്താഗതി. എന്റെ ചിന്താഗതി അളിഞ്ഞതാ. എന്റെ അളിഞ്ഞ ചിന്താഗതി മാറ്റാതെ നീ നടക്കില്ല. ഞാൻ നടന്നതിന് വീഡിയോ ചെയ്തതിനാണ് തള്ള വന്ന് അവിടെ കമന്റ് ഇടുന്നത്. എടി പെണ്ണുമ്പുളെ, ഞാൻ നടന്നു എന്ന സന്തോഷ വാർത്തയാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ നടക്കൂല എന്ന് നീ വന്ന് എഴുതിയിടാൻ തലയിൽ ഓളമാണെങ്കിലേ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതവിടെ പോട്ടെ, അടുത്തത് കേട്ടോളാം. നിന്നോട് ആർക്കാണ് സിമ്പതി? നേരത്തെ സിമ്പതി ഇട്ട് ഒരു കമന്റ് ഇട്ടതിനാണ് ഞാൻ മറുപടി ഇട്ടത്. ഇനിയും ചേച്ചി തന്നെ വീട് തൂത്തുള്ളൂ. അതായത് എനിക്ക് ഈ ചേച്ചി വീട് തൂക്കുമ്പോൾ എനിക്ക് തൂക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞു.
എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ലടി. ചേച്ചി എന്നെ വീട് കൊടുത്തു. ചേച്ചിക്ക് എന്തെങ്കിലും പണി വേണ്ടായോ? ചേച്ചി വന്നാൽ ചേച്ചിക്ക് 10 രൂപ കിട്ടുന്നതല്ലേ? അവരുടെ കുടുംബത്തിൽ അതുകൊണ്ട് കാര്യം വാങ്ങിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടടി. എനിക്കിപ്പോൾ എൻ്റെ നിർബന്ധമൊന്നുമില്ല. ഞാൻ എഴുന്നേറ്റ് കിടന്നാലും ചേച്ചിയെ കൊണ്ടുതന്നെ ഞാൻ വീട് തൂപ്പിക്കും. അതിനിപ്പോൾ എന്തോടി നിനക്ക് കുസുമ്പാണോ? അവിടെ ആയിക്കട്ടെ, നീ അതിന് അർഹമില്ല. ഞാൻ തൂത്തുവരാൻ അർഹമില്ലെന്നല്ല. ശരിയാണോടി, എനിക്ക് തൂത്തുവരുന്നത് ഇഷ്ടമില്ല. അത് അവർ തന്നെ ചെയ്തോട്ട്. ആദ്യം മനസ്സിലെ മാലിന്യം കളയണം. എന്താന്ന് മനസ്സിലെ മാലിന്യം അത് നിന്റെ മനസ്സിലല്ലേ ഉള്ളത്. ഒരാളൊരു പേഷ്യന്റ് ആണെന്നും ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്താൽ അതിന്റെ താഴെ വന്ന് നീ ജമ്മത്ത് നടക്കത്തില്ല, നീ ഇങ്ങനെ തന്നെ വേണം, നീ നശിച്ചു പോകണം എന്ന് കമന്റ് ഇട്ട ഇവളുടെ ഉള്ളിലാണോ മാലിന്യം? ശിവനെ, ഞാൻ നടന്നു കേട്ടോ, സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കട്ടെ എന്ന് പറഞ്ഞ നിന്റെ ഉള്ളിലാണോ മാലിന്യം? അത് നിങ്ങൾ ഇനി അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോഴേ ശശികല അമ്മച്ചി, ഈ ശാപവാക്കൊക്കെ തിരിച്ചങ്ങോട്ട് ആകാം. ഞാൻ നിന്നെ ശപിച്ച് പണ്ടാരം കുത്തിയേക്കുന്നു. ഞാൻ ഒരു സൈഡ് തളർന്ന് കിടന്നു പോയവളാണ്. അവിടുന്ന് മനസ്സിന്റെ ധൈര്യവും എന്റെ കുഞ്ഞുങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നവളാണ്. നിനക്ക് തിരിച്ച് ഇതേപോലൊരു അവസ്ഥ ഉണ്ടായാൽ നീ തിരിച്ചെഴുന്നേറ്റ് വരുമെന്ന് നിനക്ക് വല്ല രൂപമുണ്ടോ? നിന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഈ ശാപം നേരെ തിരിച്ച് അങ്ങോട്ട് ഞാൻ തന്നാൽ എങ്ങനെ ഉണ്ടാവും? ഏതായാലും ഞാൻ അത്രയും വിഷലിപ്തമായ മാനസികാവസ്ഥയിൽ കൂടെ നടന്നു പോകുന്നവളല്ല. പക്ഷേ കർമ്മ വിൽ സ്ലാപ്പ് യു. അതായത് നീ എന്ത് പ്രതി ചെയ്യുന്നോ അതിന്റെ പ്രതിഫലം നിനക്ക് ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ നീ ഇങ്ങോട്ട് ചോദിക്കും നിനക്ക് എന്ത് കിട്ടിയതിന്റെ കർമ്മമാണെന്ന്. എടീ പെണ്ണെ, കയ്യും കാലും ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ കുട്ടികൾക്കെന്നും പറഞ്ഞ ഒരു സാധനം സേവ് ചെയ്ത് വെക്കത്തില്ല. പല മുഖങ്ങളും സന്തോഷപൂരിതമായി എനിക്ക് ചുറ്റും നിന്ന, എന്നെ സ്നേഹിക്കുന്നു എന്ന് അഭിനയിച്ച് എന്റെ കൂടെ നിന്ന പല വൃത്തികെട്ട വൈകൃത മുഖങ്ങളും എന്റെ മുന്നിൽ ഓപ്പൺ ആകാൻ ഈ ഒരു അസുഖം കൊണ്ട് സാധിച്ചു. ഒരുപക്ഷെ ഈ അസുഖത്തിൽ നിന്ന് ഞാൻ റിക്കവർ ആയില്ലെങ്കിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ കർമ്മഫലമായിട്ട് ഞാൻ അതിനെ അംഗീകരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ അതിന് റിക്കവർ ആയെങ്കിൽ ഇതെനിക്ക് തന്നൊരു പഠിത്തമാണ്. കാരണം നീ തിരിച്ചറിയാൻ ഒരുപാടുണ്ട്. നിന്നെ തിരിച്ചറിയിക്കാൻ വേണ്ടി ഞാൻ നിനക്കൊരു അസുഖം തരുന്നു എന്നായിക്കൂടെ? മായാവി ഓം ഹ്രീം കുട്ടിച്ചാത്ത, അദ്ദേഹത്തിന്റെ കഴിവുകൾ, അദ്ദേഹത്തിന്റെ ഐശ്വര്യം, അദ്ദേഹത്തിന്റെ അനുഗ്രഹം എന്റെ ഒപ്പം ഉള്ളിടത്തോളം എനിക്ക് വേറെ ആരുടെയും സന്താപമൊന്നും വേണ്ട, സഹതാപം തീരെ വേണ്ട. ഇപ്പോഴും ഞാൻ വീണ്ടും പറയണു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി ഒരുപാട് വിഷമിച്ച് അതിനകത്ത് കമന്റ് ഇട്ടവർക്കൊക്കെ വളരെ നന്ദിയുണ്ട്. നിങ്ങളുടെയൊക്കെ മാനസിക വലിപ്പം വളരെ വലുതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് വളരെ നന്ദിയുണ്ട്. അതൊന്നും മറന്നുകൊണ്ട് പറയുന്നതല്ല. ചില വക്രീയ ജന്മങ്ങൾ അതിനകത്ത് വന്ന് എഴുതി വെക്കുന്ന ചെറ്റത്തരത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. എനിക്ക് സഹതാപം തീരെ ഇഷ്ടമില്ലാത്തൊരു പോർഷനാണ്. എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ തെറ്റായിട്ട് ധരിക്കരുത്. നിങ്ങൾ ഒരുപാട് പേര് അതിനകത്ത് നല്ല കമന്റ്സ് ഇട്ടിട്ടുണ്ട്. നല്ല കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബോട്ടം ലൈൻ, അതായത് അങ്ങ് അത്രയും ഉള്ളിലേക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് അവർ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. വളരെ വിഷമത്തോടു കൂടി പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾ ആര് വിചാരിക്കുന്നത് കണക്ക് ഒരു വലിയൊരു ബാഡ് സിറ്റുവേഷനിലല്ല ഞാനുള്ളത്. എനിക്ക് അങ്ങനെ യാതൊരു മാനസിക പ്രയാസവുമില്ല. പക്ഷെ നമ്മൾ കുറേ ദിവസം നമ്മളൊന്ന് ഇരുന്ന് പോകുമ്പോൾ ഇപ്പം നമ്മുടെ കൈ ഒന്ന് അനക്കാം, പെട്ടെന്ന് ഒടിഞ്ഞൊന്ന് വയ്ക്കാം. കൈ ഒന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം നമുക്ക് കൈ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വേറെ ആരെങ്കിലും ആ കൈ വെച്ച് അതുപോലെയൊക്കെ ചെയ്യുന്ന കാണുമ്പം നമുക്കുണ്ടാകുന്ന ഒരു കൊതി, അസൂയ, അതെനിക്കുണ്ട്. അപ്പം എനിക്ക് അത്രയും സ്പീഡിൽ നടക്കാൻ കഴിയത്തില്ല. അപ്പം അത് കാണുമ്പോൾ, കുറച്ച് സ്പീഡിൽ നടക്കുന്നവരൊക്കെ കാണുമ്പോൾ ഒരു 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 സ്മാൾ അസൂയ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു വിഷമം വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ആ വിഷമം മാറാൻ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്താണെന്നറിയാം? ആരോടൊന്നും സംസാരിക്കുക, ഇറങ്ങി ഒരു നടത്തങ്ങ് നടക്കുക. സത്യമായിട്ട് ഭയങ്കരമായിട്ട് റിലീഫ് ഉണ്ടാക്കിക്കൊണ്ടുവരും. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുക എന്നതിനപ്പുറം എനിക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ സാധിക്കാറില്ല. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ജോലിയൊക്കെ ചെയ്യുമ്പോൾ ചേച്ചിയുടെ അടുത്ത് അത് ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു പെയിനാണ് ഞാൻ അവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും അവർക്കത് കൂടുതൽ എന്നെ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എനിക്ക് തനിയെ ചെയ്യാൻ കഴിയും. അപ്പൊ ഇതിനൊക്കെ തന്നെ തടയാകുന്നത് ഈ കാലുകളുടെ ബലക്ഷയമാണ് എന്നുള്ളത് എന്നെ പ്രയാസപ്പെടുത്തുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, എന്റെ കാലുകൾക്കല്ല കുഴപ്പം, എന്റെ ഒരു സൈഡിനായിരുന്നു മൊത്തം പ്രശ്നം. ഈ കൈ തീരെ അനങ്ങില്ല, മുകളിലോട്ട് പൊങ്ങില്ല, ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ആ കൈ കൊണ്ട് ഇന്ന് എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. വണ്ടി ഓടിക്കാൻ കഴിയുന്നു. ഞാൻ ഗിയർ വാഹനമാണ് ഉപയോഗിക്കുന്നത്, ഓട്ടോമാറ്റിക്കുമല്ല. അപ്പൊ എനിക്ക് അങ്ങനത്തെ വാഹനങ്ങളാണ് ഇഷ്ടം. ചില നിർബന്ധങ്ങൾ എനിക്കുണ്ട്. അപ്പൊ അതിനൊക്കെ തന്നെ ഞാൻ എന്നെ വളർത്തിയെടുത്തു എന്നുള്ളത് എനിക്ക് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഞാൻ വളരെ സംതൃപ്തയാണ്.
ഞാൻ എന്നെ നോക്കിയ ഡോക്ടറിനോടാണ് ഞാൻ ഏറ്റവും അധികം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹമാണ് എനിക്ക് ആ കോൺഫിഡൻസ് തന്നത്. ഒരുപാട് കാലം ഞാൻ ട്രീറ്റ്മെന്റ് കൊണ്ട് നടന്നിട്ട് എനിക്ക് റിക്കവർ ആകാത്തത് മിനിറ്റ് കൊണ്ട് എനിക്കത് സാധിച്ചു തന്ന സമത് ഡോക്ടറിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത്. കാരണം അദ്ദേഹമാണ് അത് എന്നോട് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞത്, നിങ്ങൾ നടക്കും, നിങ്ങളെ ഞാൻ നടത്തും എന്ന്. അത് അദ്ദേഹം നടത്തി തന്നു, സാധിച്ചു തന്നു എന്നുള്ളതാണ് വസ്തുത. പിന്നെ എന്റെ മടിയും കഴപ്പും കൊണ്ടാണ് അത് ഏറെ കുത്തിയിരിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇത് റിക്കവർ ചെയ്യാൻ ഇത്രയും സമയമൊന്നും വേണ്ടിയൊന്നുമില്ല. പിന്നെ പെട്ടെന്നൊരുത്തൻ എന്നെ പിന്നെന്താ ഞൊണ്ടിക്കാലിന്നും ചട്ടുകാലിന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ എന്നിൽ ഉള്ളിലുള്ള ആ ഒരു ഇതങ്ങോട്ട് എഴുന്നള്ളിയിട്ട് ഞാൻ എഴുന്നേറ്റ് ഒരൊറ്റ നടന്നു. പക്ഷെ അതൊരു മിറക്കിളായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായത് ഐ ക്യാൻ വാക്ക്. അപ്പൊ എന്റെ മടി കൊണ്ടാണ് ഞാനത് ശരിക്കും റിയലൈസ് ചെയ്യാതെ കുത്തിയിരുന്നു പോയത്. പെട്ടെന്ന് ഒരാൾ എന്നെ പ്രൊവോക്ക് ചെയ്തപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയും. ആ സന്തോഷ വർത്തമാനമാണ് ഞാൻ ഷെയർ ചെയ്തത്. അതിനപ്പുറം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. പിന്നെ ഒന്നുകൂടെ പറയാം, ഞാൻ ഈ കഥ പറയാനുണ്ടായ കാരണം ആരുടെയെങ്കിലും സിമ്പതി പ്രതീക്ഷിച്ചിട്ടല്ല. ഒരിടത്ത് ഇരുന്നു പോയ ഒരു വ്യക്തി എഴുന്നേറ്റ് നടക്കാൻ അവർ നടന്നു വന്ന വഴി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് മറ്റ് അസുഖമുള്ളവർക്ക് ഒരു പ്രചോദനമാകും. കാരണം ചിലര് എന്റെ ലൈഫ് ഇത്രയേ ഉള്ളൂ, തീർന്നു, നശിച്ചു എന്ന് കരുതി കയറി കുത്തിയിരിക്കുന്നവർക്ക് ഞാനൊരു പ്രചോദനമാകുമെങ്കിൽ ആകട്ടെ എന്ന് കരുതി പറഞ്ഞു എന്നതിനപ്പുറം ഒരാളുടെയും സപ്പോർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതേയില്ല. ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെന്നെ മെന്റലി സ്ട്രെങ്തൻ ആക്കിയിട്ടുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഞാൻ തന്നെയാണ് എന്നെ മേക്ക് ഓവർ ചെയ്ത് വെളിയിലിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ കിടന്ന കിടപ്പിലായിരുന്നു. എന്റെ കുഞ്ഞുങ്ങളാണ് എന്നെ, അവരെ ഞാൻ 1 വയസ്സിൽ 2 വയസ്സിൽ എങ്ങനെ നോക്കിയോ അതുപോലെയാണ് എന്റെ കുഞ്ഞുങ്ങൾ എന്നെ നോക്കിയിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇന്ന് ഞാൻ തിരിച്ച് അവരെ വീണ്ടും നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയ സംഭവമല്ല, അത് ചെറിയ കാര്യമല്ല. മെഡിക്കല്, അതായത് ഞാൻ ആദ്യം കൊണ്ടുപോയി കാണിച്ച ഡോക്ടർ ഇവരിനി എഴുന്നേക്കാൻ പ്രയാസമാണ് എന്ന് എഴുതി തള്ളിയതാണ്. അവിടെ നിന്നുകൊണ്ട് ഞാൻ നടന്നിട്ടുണ്ട്. എനിക്ക് ആ ഡോക്ടറെ പോയി കാണണമെന്നുണ്ട്, എന്നെ എഴുതി തള്ളിയ ഡോക്ടറെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് എന്റെ ലൈഫിൽ ഒരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോയെ എടുത്തു വെച്ചിട്ട് നീ എഴുന്നേക്കത്തില്ല, നീ മതത്തിനെ കുറ്റം പറയുന്നോണ്ടാണെങ്കിൽ ഈ മരണം വരെ ഷെഫീന മതത്തിന് കുറ്റമേ പറയുള്ളൂ. കാരണം ഒരു മതവും സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒരു മതവും സ്ത്രീകൾക്ക് റെസ്പെക്ട് കൊടുക്കുന്നില്ല, ഒരു വിധത്തിലുള്ള മതബോധവും ഒരു മനുഷ്യനും സ്വസ്ഥത കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഭാഗം. എന്റേതായ ന്യായങ്ങൾ എനിക്കുണ്ട്. നിർബന്ധമായും ഞാനത് സംസാരിച്ചു കൊണ്ടിരിക്കും. അതിന് ഇനിയിപ്പോ എന്നെ ചവിട്ടിയിട്ടാലും ഞാൻ അവരെന്നെ വെട്ടിക്കൊന്നോട്ടെന്നല്ലേ പറയുന്നത്, എന്നെ കൊല്ലാനല്ലേ ഞാൻ പറയുന്നത്. എന്നെ കൊന്നുകളഞ്ഞാലും ഞാൻ ഈ പിടിച്ചിട്ട സാധനങ്ങൾ ഇനഫാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം 1 year ആയിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട്. ഇത്രയധികം ചീത്തവിളിയും തെറിവിളിയും ആക്രമണങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ കിട്ടിയിട്ടും എന്തുകൊണ്ട് സ്ട്രോങ് ആയി ഞാൻ ഇത് പറയുന്നത്, എന്നിലൂടെ ഒരു 10 പേർക്ക് ചേഞ്ച് ഉണ്ടായാൽ ഞാൻ ചെയ്തത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ 101 എണ്ണത്തിലുള്ളതിൽ ഈ 99.9 എന്നെ തെറി വിളിച്ചാൽ ഒരെണ്ണത്തിലാണ് എന്റെ കൺസേൺ. ഒരെണ്ണം മാറിയാൽ മതി, അടുത്തൊരു ജനറേഷൻ രക്ഷപ്പെട്ടു എന്നാണ്. അറ്റ്ലീസ്റ്റ് അവരുടെ ജനറേഷനെങ്കിലും രക്ഷപ്പെടുമല്ലോ, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനപ്പുറം ഒരാളുടെ സപ്പോർട്ട് വേണ്ട. എന്റെ വീട്ടുകാരോട് പോലും ഞാൻ അതാണ് പറയുന്നത്, എനിക്ക് ആരുടെയും സപ്പോർട്ടോ അനുകമ്പയോ വേണ്ട എന്നുള്ളതാണ് സത്യം. ഈ കമന്റ് ഇട്ടവർക്ക് അതൊരു മോശമായിട്ട് തോന്നണ്ട. നിങ്ങൾ എന്നോട് കാണിച്ച ആ സ്നേഹം അത് ഞാൻ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു. വളരെ നന്ദിയുണ്ട്, വളരെ സന്തോഷം. പക്ഷെ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നത് ഇത്തരം കമന്റ്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ ഒരു 16 മിനിറ്റ് മുമ്പാണ് ഈ തള്ള ഒരു കമന്റ് ഇട്ടത്. അപ്പൊ തള്ളയോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ ഈ മനസ്സിലെ പുഴുക്കുത്ത് നീ മാറ്റാതിരുന്നാൽ നിനക്ക് എന്നെക്കാൾ ഒരു ഗതികെട്ട ജീവിതം ഉണ്ടാകും. അന്ന് ഞാൻ പറയണത് നിനക്ക് മനസ്സിലാകും. ഒരാളെയും ഇകഴ്ത്താനോ ഒരാളെയും അടിച്ചാക്ഷേപിക്കാനോ ഒന്നുമല്ല ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. ചില തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേ ഞാൻ സംസാരിക്കാറുള്ളൂ. അല്ലാതെ ചുമ്മാ നടക്കുന്നവരെയൊക്കെ പിടിച്ചു വെച്ച് അങ്ങോട്ട് ഉണ്ടാക്കുന്ന പരിപാടി എനിക്കില്ല. ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അർഹിക്കുന്ന സാധനമേ ഞാൻ അവർക്ക് കൊടുക്കാറുള്ളൂ. അവർക്ക് നിർബന്ധമായി നിയമങ്ങളില്ലേ കൊണ്ട് കേസ് കൊടുക്കട്ടെ, ഞാൻ അവിടെ ഫേസ് ചെയ്താൽ പോരെ. അപ്പോ കൃത്യമായി പറയുന്നു, വീണ്ടും റിപ്പീറ്റഡ്ലി പറയുന്നു, ഇത് നല്ല കമന്റ് ഇട്ടവർക്കല്ല. ദയവ് ചെയ്ത് അവരങ്ങനെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾക്ക് എഗൻസ്റ്റ് അല്ല. ഇതുപോലെ മോശമായിട്ട് വന്നിട്ട് നിന്റെ ചെയ്തു ദോഷം കൊണ്ടാണ് എനിക്കിത് വന്നതെന്ന് പറയുന്നവരോടാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2018 എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം തുടങ്ങുന്നത് തന്നെ. 2012 സിംറ്റംസ് ഉണ്ടായിരുന്നു, 2018 എനിക്ക് തുടങ്ങിയത്. 2021-22 ആയപ്പോഴത്തേക്കാണ് ഞാൻ റിക്കവറായി എഴുന്നേറ്റ് തുടങ്ങിയത്. 2023 ഞാൻ നന്നായി നടന്നത്, കൃത്യമായി നല്ലപോലെ നടക്കാൻ തുടങ്ങി. 2023 കുറച്ചുകൂടെ ഒരു മൈന്യൂട്ട് പ്രോബ്ലംസ് ഉണ്ട്, അതും കൂടെ ഒന്ന് റെക്ടിഫൈ ചെയ്യണം എന്നതിനപ്പുറം ഞാൻ കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടുണ്ട്. ഒരു പ്രോബ്ലവും ഇല്ല.
പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായി. ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ഇങ്ങനെ ഒരു റിക്കവർ ചെയ്തു എന്ന വിവരമാണ് ഞാൻ നിങ്ങളെ ധരിപ്പിച്ചത്. അല്ലാണ്ട് ഒരാളുടെ അടുത്തും ഞാൻ സിമ്പതറ്റിക് ആവാനോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് നിങ്ങളാരും എന്നെ തെറിയൂ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ധാരാളം വിളിക്കാം. നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ധാരാളം വിളിക്കാം. ചിലർ വന്നിട്ട് പിന്നെ കമന്റ് ഇട്ടിട്ട് പോകുന്നുണ്ട്, നിന്റെ മുഖം കണ്ടാലേ എനിക്ക് ഛർദ്ദിക്കാൻ വരും, എനിക്ക് അറയ്ക്കുന്നു, ഞാൻ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അല്ലടേ, അങ്ങ് സ്കിപ്പ് ചെയ്ത് പോയാൽ പോരെ, അതിന് അവിടെ എഴുതിയിടുന്ന എന്ത്? അത്രയും നേരം നിന്റെ മെനക്കെടുന്നില്ലേടേ? എന്തിനടേ അത്രയും നേരമൊക്കെ മെനക്കെടാ നിൽക്കണത്? അങ്ങ് പോയിക്കൂടെയടേ? അങ്ങനെ ഛർദ്ദിക്കാനൊക്കെ തോന്നുന്നത്. നീയൊക്കെ ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെനക്കെട്ട് ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിച്ചിടുന്നത്. ഇതൊന്ന് കണ്ടിട്ട് നിനക്കൊക്കെ ഛർദ്ദിക്കാൻ തോന്നുന്നെങ്കിൽ ഒന്നും പറയാനില്ല. ഇടയ്ക്കിടയ്ക്ക് സ്വന്തം മുഖം കൂടെ കണ്ണാടിയിൽ നോക്കുക. അപ്പം മനസ്സിലാവും തൂറാൻ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ശരി, വീണ്ടും കാണാം. ടാ.